നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തെ നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങളോ ആഗ്രഹങ്ങളോ വീട്ടിൽ പറയുമ്പോൾ മിക്കവരും കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും, നിനക്കൊന്നെങ്കിൽ വലുതാവുമ്പോൾ തരാം, അതല്ലെങ്കിൽ കല്യാണത്തിന് ശേഷം ആവാം എന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ ഒരു ലോങ് ടൂറിന് വേണ്ടിയിട്ട് ഒരു സമ്മതം ചോദിച്ചതായിരിക്കും. അപ്പോൾ പറയും നീ കല്യാണ ശേഷം അവൻ്റെ കൂടെ പോയിക്കോ എന്ന്. അതല്ലെങ്കിൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു ആഗ്രഹം പ്രകടിപ്പിച്ചതായിരിക്കും. അപ്പോൾ പറയും അത് നിനക്ക് കല്യാണം കഴിഞ്ഞിട്ട് അവന് വാങ്ങിത്തരും എന്നുള്ളത്. ആക്ച്വലി നമ്മുടെ ഡ്രീംസും നമ്മുടെ വിഷ് ലിസ്റ്റും ഫുൾഫില്ല് ചെയ്ത് തരാനുമുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട്, ഒരാളെ കിട്ടാനും കെട്ടാനും വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി ദിസ് ഇസ് എ ട്രാപ്പ്. നമ്മൾ ഈ ഒരു ഇൻറ്റൻഷനോട് കൂടിയിട്ടാണ് നമ്മൾ റിലേഷൻഷിപ്പിലേക്ക് കടക്കുന്നതെങ്കിൽ അതൊരു അൺഹെൽത്തി റിലേഷൻഷിപ്പായിട്ട് മാറും. കല്യാണം കഴിയുന്നതോടുകൂടി എൻ്റെ ലൈഫ് അടിപൊളിയാവും എന്ന് വിശ്വസിച്ച് പോകുന്ന അവർക്ക് അതിന് നേർ വിപരീതമായിട്ട് കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അവരുടെ ജീവിതം നരക തുല്യമായിട്ട് മാറും. നിങ്ങളുടെ എല്ലാ ഡ്രീംസും ആഗ്രഹങ്ങളും ഫുൾഫിൽ ചെയ്ത് തരാൻ പറ്റുന്ന ഒരാളില്ല. നിങ്ങളുടെ വോൺസ് ഹീൽ ചെയ്ത് തരാൻ പറ്റുന്ന ഒരാളില്ല. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അത് നിങ്ങൾ മാത്രമാണ്. ദാറ്റ് is you. ഇത് നിങ്ങൾക്ക് ശരിയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഡു കമന്റ് യെസ്.